വളരെ മത്സരാധിഷ്ഠിതമാണ് കേരളത്തിലെ പ്രസാധക മേഖല. എന്നാൽ ഇതിൽ വിജയിച്ച വനിതാ സംരംഭകയാണ് സംഗീത ജസ്റ്റിൻ. ഇവർ ആരംഭിച്ച സൈഗതം ബുക്സ് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നത് 100-ലേറെ പുസ്തകങ്ങളാണ്. കേരളം പ്രസിദ്ധീകരണങ്ങളുടെയും പ്രസാധകരുടെയും നാടാണ്. വലുതും ചെറുതുമായ ധാരാളം പ്രസാധകർ ഇവിടെയുണ്ട്. വലിയ പ്രസാധകരോട് പലപ്പോഴും പിടിച്ചു നിൽക്കാൻ പോലും കഴിയാതെ പാടുപെടുന്നവരാണ് ചെറുകിട പ്രസാധകർ. എന്നാൽ ഇത്തരം കടുത്ത മത്സരങ്ങളെ അതിജീവിച്ചവരും ഇക്കൂട്ടത്തിലുണ്ട്. അത്തരത്തിലൊരു പ്രസാധക സ്ഥാപനമാണ് സൈഗതം ബുക്സ്. പ്രവാസി മലയാളികളുടെ രചനകൾ പ്രസിദ്ധീകരിക്കാനായി 2010-ൽ തുടങ്ങിയ സ്ഥാപനമാണിത്. ഞങ്ങൾ മസ്കറ്റിലായിരുന്നു. അവിടെ നമ്മുടെ ഒത്തിരി സുഹൃത്തുക്കൾ, സാഹിത്യവുമായി ഒത്തിരി അടുപ്പമുള്ള, ഒത്തിരി താല്പര്യമുള്ള, സാഹിത്യത്തോട് ഒത്തിരി താല്പര്യമുള്ള സുഹൃത്തുക്കൾ നമുക്കുണ്ടായിരുന്നു. അവർക്കെല്ലാം പുസ്തകം ഇറക്കണമെന്ന താല്പര്യമുണ്ടെങ്കിലും ഈ പുസ്തകം ഇറക്കാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പലരുമായിട്ട് കോണ്ടാക്ട് ചെയ്താലും അവർക്ക് ഒരു റിപ്ലൈ കിട്ടാതെ വരികയും ഒരു ബുക്ക് ഇറക്കണമെന്നുള്ള അവരുടെ ആഗ്രഹമെല്ലാം നമുക്ക് മനസ്സിലായപ്പം ഞങ്ങൾക്കും പുസ്തകങ്ങളോട് കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടും വായനയോട് കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ടും നമ്മൾ ഈ രംഗത്തേക്ക് വരികയായിരുന്നു ചെയ്തത്. 2010-ലാണ് നമ്മൾ ആദ്യമായി പുസ്തകം ഇറക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ വർക്കുകൾ തുടങ്ങിയിരുന്നു. നമുക്ക് 2010 മുതൽ ആദ്യത്തെ 4 പുസ്തകങ്ങൾ ഇറങ്ങി. അത് കഴിഞ്ഞൊരു 2-3 വർഷത്തേക്ക് നമുക്ക് കൂടുതൽ പ്രവാസികളുടെ പുസ്തകങ്ങൾ തന്നെയായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഒരു 3 വർഷത്തിന് ശേഷമാണ് നമ്മൾ ബ്രേക്ക് ഇവൻ ആകുന്നത്. പ്രസാധനം തുടങ്ങി ആദ്യ 3 വർഷങ്ങളിൽ പ്രവാസികളുടെ പുസ്തകങ്ങൾ മാത്രമായിരുന്നു ഇവർ പ്രസിദ്ധീകരിച്ചിരുന്നത്. പിന്നീട് മലയാളത്തിലെ പ്രമുഖരായ എഴുത്തുകാരുടെ രചനകളും സൈഗതം ബുക്സ് വായനക്കാരിലേക്ക് എത്തിച്ചു തുടങ്ങി. പ്രവാസികളുടെ ഒത്തിരി പുസ്തകങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നാട്ടിലെ അറിയപ്പെടുന്ന എഴുത്തുകാരുടെ പുസ്തകങ്ങൾ കൂടി വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. ഒരു 3 വർഷത്തിന് ശേഷമാണ് നമുക്കങ്ങനെ കൂടുതൽ പുസ്തകങ്ങളിലേക്ക് ഞങ്ങൾ വരികയും ഒരു ബ്രേക്ക് ഇവൻ ആകുകയും ചെയ്തത്. അതിന് ശേഷമാണ് പ്രിയ എസ്, അഷിത, KL മോഹനവർമ്മ, KP സുധീര, അങ്ങനെ നമുക്ക് ഒത്തിരി UA ഖാദർ തുടങ്ങി ഒത്തിരി പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ പുസ്തകങ്ങൾ നമുക്കിപ്പോൾ നിലവിലുണ്ട്. പിന്നെയും കുറേ പുസ്തകങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. കഥ, കവിത, ലേഖന സമാഹാരം, വിവർത്തനങ്ങൾ തുടങ്ങി 20ഓളം വ്യത്യസ്ത മേഖലകളിലെ പുസ്തകങ്ങൾ ഇവർ ഇപ്പോൾ വിപണിയിലെത്തിക്കുന്നുണ്ട്. പ്രശസ്ത ആഫ്രിക്കൻ സാഹിത്യകാരനായ വാംബ ഷെരീഫിന്റെ രചനയും ഇവർ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചിരുന്നു. നമ്മൾ ആഫ്രിക്കൻ റൈറ്ററായ വാംബ ഷെരീഫിൻ്റെ പുസ്തകം ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ 50 ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഒരു പുസ്തകമായിരുന്നു അത്. അത് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് അത് മനസ്സിലാക്കിയിട്ട്, ആ പുസ്തകത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് ആ പുസ്തകം നമ്മുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത്. അദ്ദേഹത്തെ നമുക്കിവിടെ കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. ഡച്ച് ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡ് കൂടി ലഭിച്ച് അദ്ദേഹത്തിന് നമുക്കിവിടെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ സാധിച്ചു. പ്രവാസികളുടെ രചനകൾക്ക് മുൻഗണന നൽകുന്നതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവർത്തനം കൂടുതലായും ഓൺലൈനായിട്ടാണ്. ഇപ്പോൾ വർഷം 100ഓളം പുസ്തകങ്ങളാണ് ഇവർ പ്രസിദ്ധീകരിക്കുന്നത്. ഓൺലൈൻ വഴി എല്ലാം ചെയ്തു കൊടുക്കുന്ന രീതിയിലാണ് നമ്മളിത് തുടക്കം കുറിക്കുന്നത്. ഓൺലൈൻ വഴി മാറ്റർ അയച്ചു തന്നാൽ നമ്മൾ മുക്കാൽ ഭാഗം ഓരോ ദിവസം നമ്മൾ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണ്. അവരെ നമുക്ക് പുസ്തകമായി തിരിച്ചവർക്ക് അവരുടെ പറയുന്ന അഡ്രസ്സിൽ എത്തിച്ചു കൊടുക്കുക വരെ ചെയ്യുമ്പോൾ എല്ലാം ഫോൺ വഴിയോ മെയിൽ വഴിയോ ഉള്ള കോണ്ടാക്ട്സ് ആണ് കൂടുതലും അവരുമായിട്ടുള്ളത്. ആ രീതിയിൽ എല്ലാവർക്കും എളുപ്പത്തിന് എവിടെ ഇരുന്ന് വേണമെങ്കിലും പുസ്തകം ചെയ്യാൻ പാകത്തിന് നമ്മൾ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് PDF ആയിട്ടോ ഏത് രീതിയിൽ അയച്ചു തന്നാലും നമുക്ക് കുഴപ്പമില്ല. PMD ആയിട്ടോ PDF ആയിട്ടോ, അല്ലെങ്കിൽ അവർ ജസ്റ്റ് ടൈപ്പ് ചെയ്ത രീതിയിലോ അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് മാറ്റർ അയച്ചു തരുമോ, അല്ലെങ്കിൽ ബൈ ഹാൻഡ് മാൻസ്ക്രിപ്റ്റ് ആയിട്ടുള്ളത് അയച്ചു തരുമോ, ഏത് രീതിയിലാണെങ്കിലും നമ്മൾ സ്വീകരിക്കും. വിതരണവും ഇവർ നേരിട്ട് തന്നെയാണ് നടത്തുന്നത്. കൂടാതെ എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും സ്വന്തം വെബ്സൈറ്റിലൂടെയും ഇവരുടെ പുസ്തകങ്ങൾ ഇന്ന് ലഭ്യമാണ്. ഞങ്ങളുടെ പുസ്തകങ്ങൾ ഞങ്ങൾ തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓൺലൈൻ വഴിയുണ്ട്, നമ്മുടെ സ്വന്തം വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്തുനിന്ന് ഓൺലൈൻ വഴി പുസ്തകങ്ങൾ വാങ്ങിക്കാം. ആമസോൺ വഴി പുസ്തകങ്ങൾ വാങ്ങിക്കാൻ പറ്റും. നമ്മുടെ പുസ്തകങ്ങൾ എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയും നമുക്ക് പുസ്തകങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. മേളകളിൽ നമ്മൾ ഇറങ്ങിച്ചേരുമ്പോൾ കൂടുതൽ ബുക്കുകൾ പോകുന്നുണ്ട്.
ഓൺലൈൻ നമുക്ക് മേളകളില്ലാത്ത സമയവും എപ്പോഴും ഓൺലൈൻ വഴിയുള്ള പുസ്തകം നമുക്ക് വിൽക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇ ബുക്സ് വഴി നമുക്ക് നമ്മുടെ പുസ്തകങ്ങൾ വായിക്കാൻ ആൾക്കാർക്ക് ലഭിക്കുന്നുണ്ട്. Amazon.com നിന്നാണെങ്കിലും നമുക്ക് അമേരിക്കയിൽ നിന്നെല്ലാം ഓർഡർ വരാറുണ്ട്. പ്രസാധക രംഗത്ത് കൂടുതൽ സജീവമാകാൻ തന്നെയാണ് സൈകതത്തിന്റെ ശ്രമം. അതിന്റെ ഭാഗമായി മലയാളത്തിലെ പ്രമുഖരായ സാഹിത്യകാരന്മാരുടെ കൂടുതൽ രചനകൾ പ്രസാധകത്തിന് കിട്ടുന്നതിനായി ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇനിയും കൂടുതൽ ബുക്കുകൾ ചെയ്യാൻ തന്നെയാണ്, നമുക്ക് കൂടുതൽ കുട്ടികളുടെ പുസ്തകങ്ങൾ ചെയ്യാനും കൂടുതൽ വിവർത്തന പുസ്തകങ്ങൾ ചെയ്യാനുമാണ് നമ്മൾ കൂടുതലും പ്രാധാന്യം കൊടുത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.